ഹലോ ഫ്രണ്ട്സ്. ഓക്കെ, സോ ഒരു ഗ്യാപ്പിന് ശേഷമാണ്, അതായത് ഒരു ആ, കുറച്ച് സമയമായി നമ്മളൊരു വീഡിയോ ചെയ്തിട്ട്. അപ്പൊ അതിനുള്ള കാരണം നമ്മൾ ഗ്രൂപ്പിൽ പറഞ്ഞായിരുന്നു. ഞാൻ കുറച്ച് ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരുന്നു, പിന്നെ കുറച്ച് പേഴ്സണൽ വർക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്നതിന് ശേഷം സുഖമില്ലായിരുന്നു, അതുകൊണ്ടാണ് ചെയ്യാൻ പറ്റാതിരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരോടും ഒരു സോറി. ഒരു പ്രത്യേക സിറ്റുവേഷൻ ടൈമിൽ, അതായത് സെക്രട്ടറി ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്, പ്രിലിംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, മെയിൻസിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളുണ്ട്, CPO ഉണ്ട്, WCPO ഉണ്ട്, അതേപോലെ SIക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളുണ്ട്. സോ ഒരുപാട് പേര് എനിക്ക് ഒരുപാട് മെസ്സേജസ് എല്ലാം അയച്ചായിരുന്നു. പക്ഷെ എനിക്കിന് പ്രോപ്പറായി റിപ്ലൈ ചെയ്യാനോ എന്തെങ്കിലും കാര്യങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞു തരാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ സോറി. ഇനി വരുന്ന ദിവസങ്ങൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ചെയ്യും, ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും. സോറി, ചെറിയ ചുമയുണ്ട്. ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും. പിന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ടൈം ടേബിൾ, സ്ട്രാറ്റജി, എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുകയും ചെയ്യും. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും കിരൺ സ്റ്റഡി സർക്കിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത് 10th പ്രിലിംസിന്റെ സ്റ്റേജ് 1 കഴിഞ്ഞിട്ടുണ്ട്, അതിന്റെ അനാലിസിസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇത് കാണുന്നവര്, സാർ സ്റ്റേജ് 2 കഴിഞ്ഞു, എന്നിട്ടാണോ ഇയാൾ സ്റ്റേജ് 1 അനാലിസിസ് ചെയ്യാൻ പോകുന്നത് എന്ന് വിചാരിക്കുന്നവരുണ്ടാവും. ഓക്കെ, അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ, അതായത് ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ട്, അതിന്റെ ആൻസർ കീ ഇതാണ്, കട്ട് ഓഫ് ഇത്രയാണ് എന്ന് മാത്രമല്ല അനാലിസിസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പിന്നെ എന്താണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരവാണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഓക്കെ, അതായത് ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പില് 10th പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വന്നായിരുന്നു. ഓക്കെ, 80 ക്വസ്റ്റ്യൻ നമുക്ക് തരാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്, ബാക്കി 20 ക്വസ്റ്റ്യൻ നമുക്ക് തരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഐ ആം റിയലി സോറി ഫോർ ദാറ്റ്. ബട്ട് നമ്മൾ 80 ക്വസ്റ്റ്യൻസ് തന്നായിരുന്നു, ജനറൽ നോളേജ് വിത്ത് കറണ്ട് അഫയർ പോർഷൻ. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ തന്നത് വന്നത്. ഓക്കെ, ഇപ്പോ നമ്മുടെ ഗൗതം മാസ്റ്റർ വേണം പറയില്ലേ, ഞാൻ കേട്ടത് ആണ് എനിക്ക് கிடைച്ചത്, അതുപോലെ. ഓക്കെ അല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തൊക്കെയാണ് തന്നത്, അതിന് എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ വന്നത് എന്ന കാര്യമാണ് ചെയ്യാം. ഓക്കെ, സോ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മളൊരു ടെലഗ്രാം ചാനൽ ഉണ്ട്. ഓക്കെ, ആ ടെലഗ്രാം ചാനലിന്റെ പേരാണ് @കിരൺ സ്റ്റഡി സർക്കിൾ 123. അതേപോലെ ഒരു ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, @കിരൺ സ്റ്റഡി സർക്കിൾ. അപ്പൊ ഇതിൽ ഞാൻ ആ കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അതൊന്ന് നോക്കുക, നോക്കിയിട്ട് ഈ വീഡിയോ കാണുന്നതായിരിക്കും കുറെ കൂടി ബെറ്റർ ഉണ്ടാവുക. ഓക്കെ, ഫൈൻ. അപ്പൊ ഈ സമയം കൊണ്ട് രണ്ട് രീതിയിലുള്ള ആളുകളാണ് ഇവിടെ ഉണ്ടാവുക. ഒന്ന്, 10th പ്രിലിംസിന്റെ സ്റ്റേജ് 1ഉം സ്റ്റേജ് 2ഉം കഴിഞ്ഞ് സ്റ്റേജ് 3ക്ക് വെയിറ്റ് ചെയ്യുന്ന വ്യക്തികൾ. ഓക്കെ, സോറി, കഴിഞ്ഞിട്ട്, അതായത് സ്റ്റേജ് 3ക്ക് വെയിറ്റ് ചെയ്യുന്ന വ്യക്തികൾ ഒന്നാമത്തെ. രണ്ടാമത്തെ എന്ന് പറയുന്നത് അത് കഴിഞ്ഞിരിക്കുന്നവർ. രണ്ടുപേർക്കും ഗുണമുള്ള കാര്യം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വീഡിയോക്ക് മുമ്പുള്ള ആ സ്ട്രാറ്റജി വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഓക്കെ, എന്ന് വെച്ചാൽ നമ്മൾ 10th പ്രിലിമിനറിയുടെ ചോദ്യപേപ്പർ പ്രവചിക്കാൻ പോകുമായിരുന്നു. നേരത്തെ നമ്മൾ തന്നിട്ടുണ്ട്. പോയിന്റ് നമ്പർ 1. ഓക്കെ, എക്സാമിന്റെ സമയത്തോ അല്ലെങ്കിൽ എക്സാമിന്റെ സിറ്റുവേഷൻ സമയത്തോ ഒന്നും മാറ്റേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് പുറത്ത് എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിലും അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രശ്നമൊന്നുമില്ല ഈ 10th പ്രിലിംസിൽ ഇല്ല. കാരണം നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻ എല്ലാം തന്നിട്ടുണ്ട്. അതിനു മുമ്പ് നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്, ആക്ച്വലി ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ആ ടൈം ടേബിൾ നമ്മൾ ചെയ്തു തന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിലിംസ് പ്ലസ് മെയിൻസ് വരുന്ന ടോപ്പിക്, മെയിൻസ് വരുന്ന ടോപ്പിക് എന്ന് പറഞ്ഞ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ദിവസവും ഇന്നതാണ് ചെയ്യേണ്ടത്, സൺഡേസ് നമ്മൾ കറണ്ട് അഫയറിലാണ് കൊടുക്കുന്നത് എന്നെല്ലാം പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അത് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 1 മുതൽ 80 വരെ അതിൽ കറണ്ട് അഫയറും GKയും ചേർന്നിട്ടുള്ള കാര്യമാണ് വരുന്നത്. ഓക്കെ, നമ്മൾ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്ന LDC പ്രതീക്ഷിച്ച പോലെ ക്വസ്റ്റ്യൻ നമ്പർ പൂർണ്ണമായിട്ട് അതേപോലെ വരുന്നുള്ളത് നമുക്ക് പ്രിലിംസിൽ പറയാൻ പറ്റില്ല. കാരണം പ്രിലിംസിൽ അവർക്ക് ഓർഡർ ഒന്നും ഉണ്ടാവില്ല. ഫസ്റ്റ് ചിലപ്പോൾ കേരള ലൈസൻസ് സ്റ്റാർട്ട് ചെയ്യും, ഇടയ്ക്ക് ഒരു കറണ്ട് അഫയർ ഉണ്ടാവും, പിന്നെ കുറച്ച് കഴിഞ്ഞ് കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഇടയിൽ ഒരു കറണ്ട് അഫയർ കയറ്റും. അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മുടെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 60 ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം, അത് നമ്മൾ പറഞ്ഞു തന്നു വരണം. ഓക്കെ, എന്നിട്ട് നമ്മളെ ടാർഗറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്, ആക്ച്വലി ഏകദേശം നമ്മളൊരു മിഷൻ 70 ആണ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഈ നമ്മുടെ ഈ ആഴ്ചതോറുള്ള ടൈം ടേബിളിലൂടെ നമ്മൾ ഏകദേശം എല്ലാ വിഷയവും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് റിവിഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, അതെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ,
നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അന്ന് നമ്മൾ പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ ഒരു വിഷയത്തിൽ നിന്ന്, അതായത് ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്ന്, ഓക്കെ, വിഷയം എന്ന് വെച്ചാൽ സബ്ജക്ട് അല്ല, ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ ആണ്, സം എക്സെപ്ഷൻസ് വെച്ചിട്ട് എന്നാണ് നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം, ഒന്നോ രണ്ടോ എക്സെപ്ഷൻസ് ഒഴിച്ചു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മുടെ എന്താണ് കുറിച്യർക്കല്ല, അങ്ങനെയൊക്കെയുള്ള ചില എക്സെപ്ഷൻസ് ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു ടോപ്പിക്കിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരുത്താനാണ് അവർ ശ്രദ്ധിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ആദ്യത്തെ സ്ട്രാറ്റജി കറക്റ്റ് തന്നെ അല്ലേ? അതായത് ഒരു ടോപ്പിക് പഠിച്ചിട്ട് പോയാൽ നമുക്ക് എത്ര മാർക്ക് കിട്ടും? ഒരു മാർക്ക് കിട്ടും എന്നുള്ളതാണ് പുതിയ രീതിക്കുള്ള ഒരു സംഭവം എന്ന് പറയുന്നത്. മാക്സിമം കൂടുതൽ മാർക്ക് കിട്ടാവുന്ന ടോപ്പിക്സ്, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ടോപ്പിക്സ് എന്തെങ്കിലും ഒരു ടോപ്പിക് പഠിച്ചു, ആ ടോപ്പിക്കിൽ എനിക്ക് 5 മാർക്ക് കിട്ടണം, അങ്ങനത്തെ ടോപ്പിക് ഒന്നും ഇല്ല. ഓക്കെ, പഴയ കാലത്ത് ഉണ്ടായിരുന്നു. സോ പഴയ കാലം എന്ന് പറഞ്ഞാൽ എന്താ? പുരാതന കാലമാണോ? പുരാതന കാലം എന്നല്ല, 2021 മുമ്പ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഒരു സംഭവം എന്തില്ല, തൽക്കാലത്തേക്ക് ഇല്ല. അവിടെ നമ്മൾ വെക്കുന്നത് എന്താ? ഒരു ടോപ്പിക്ക്, ആ ടോപ്പിക്കിന് ഒരു മാർക്ക് എന്നുള്ളതാണ്. ചെറിയ എക്സെപ്ഷൻസ്. മൊത്തം നമ്മൾ സിലബസിനെ 30% ആയിട്ട് കുറച്ചിട്ടുണ്ടായിരുന്നു. ഇതിലൂടെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? 70 മാർക്ക് കൈവരിക്കുക എന്നാണ് നമ്മുടെ ലക്ഷ്യം. സാർ 60% എവിടെ നിന്ന് വരുന്നുള്ളൂ, പിന്നെ എങ്ങനെ 70 മാർക്ക് കിട്ടും? മാത്സ് ആൻഡ് റീസണിങ് വേറെ ഇല്ലേ? അതിലൊരു 20 മാർക്ക് ഉണ്ടല്ലോ, അതൊന്നും ഒരു 15 മാർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്. അത് രണ്ടും കൂടി ചേർത്തിട്ടുള്ള സംഭവം. ഓക്കെ, 70 എന്ന് പറയുന്നത് ഏറ്റവും എക്സ്റ്റെൻഡ് ആണ്. നമ്മുടെ കട്ട് ഓഫ് റേഞ്ച് എന്ന് പറയുന്നത് ഒരു 55 തൊട്ട് 65 60 വരെയൊക്കെയാണ് നമ്മൾ കട്ട് ഓഫ് പ്രതീക്ഷിക്കുന്നത്. സാറ് ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. ഓക്കെ, ഇപ്പൊ എഴുതിയിരിക്കുന്ന രണ്ടുപേർക്കും അറിയാം, സ്റ്റേജ് 1 ടഫ് ആയിരുന്നു സ്റ്റേജ് 2. ഇത് തന്നെയാണ് ഞാൻ ആദ്യവും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, എല്ലാ പരീക്ഷയും ഒരേപോലെയല്ല അവർ ഇടുന്നത്. ഓക്കെ, എന്നാണോ അവര് എല്ലാ സ്റ്റേജും ഒരേപോലെ ഇടുന്നത്, എന്ന് വെച്ചാൽ ഒരേ ക്വസ്റ്റ്യൻസ് അല്ല ഉദ്ദേശിച്ചത്, ഒരേ ലെവൽ ടഫ്നെസ്സിൽ ഇടുന്നത് ആക്ച്വലി. പിന്നെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ക്യാൻസലേഷൻ, അല്ലെങ്കിൽ വീണ്ടും ആദ്യം പ്രൊഫഷണൽ ആൻസർ കീ വരുന്നു, അതിനുശേഷം എന്ത് വരുന്നു, ആക്ച്വലി ഫൈനൽ ആൻസർ കീ വരുന്നു, അതിൽ ക്യാൻസലേഷൻ വരുന്നു, ശരിയായ ക്വസ്റ്റ്യൻ വരെ ക്യാൻസൽ ചെയ്യുന്നു. ഇതെല്ലാം മാറട്ടെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒരേ രീതിയിൽ പ്രവചിച്ചിട്ട് ഏകദേശം കട്ട് ഓഫ് പറയാം. ഇപ്പൊ നമുക്ക് എന്താണ് ആക്ച്വലി 3 കാര്യമാണ് PSC ക്ലിയർ ചെയ്യാൻ വേണ്ടി വേണ്ടത്. ഒന്നാമത്തെ കാര്യം എന്താ? ഹാർഡ് വർക്ക്. രണ്ടാമത്തെ കാര്യം എന്താ? സ്മാർട്ട് വർക്ക്. മൂന്നാമത്തെ കാര്യം എന്താ? ലക്ക്. ഈ 3 കാര്യം നമ്മുടെ കൂടെ വേണം. ആദ്യത്തെ 2 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ലക്ക് എന്ത് ചെയ്യും? നമ്മുടെ കൂടെ വരും എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവർ എന്ത് വേണമെങ്കിലും ക്യാൻസൽ ചെയ്തോട്ടെ, എന്ത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും തെറ്റായി തന്നോട്ടെ, ഏത് സ്റ്റേജിൽ വേണമെങ്കിലും വന്നോട്ടെ, നമുക്ക് എന്ത് ചെയ്യണം? ക്ലിയർ ചെയ്യണം. ഇത്രയും നമ്മുടെ ഉദ്ദേശമുള്ളൂ. ഈ സംഭവം എല്ലാവർക്കും ഒന്നുകൂടി ഓർമ്മ വരുന്നുണ്ടല്ലോ? പുതുതായി കാണുന്നവരാണെങ്കിൽ അവർക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. കറക്റ്റ്. ഇപ്പൊ നമുക്ക് ഇത് തരുന്ന സമയത്ത് മെയിൻ പരീക്ഷ എന്തുണ്ടായിരുന്നു? 30 സമയം ഉറപ്പായ ഒരു സംഭവം ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യം ഇത് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മെയിൻസിന്റെ മിഷൻ എന്തായിരുന്നു? 90 മാർക്ക്. ഓക്കെ, അപ്പോ പ്രിലിംസ് എന്തായിരുന്നു? ക്ലിയർ ചെയ്യുക എന്ന് നമ്മൾ വീക്ക്ലി എന്ത് ചെയ്യും? മെയിൻസിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പറഞ്ഞത്. ക്ലിയർ. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കറണ്ട് അഫെയർ ഭാഗമാണ്. ഓക്കെ, കറണ്ട് അഫെയർ ഭാഗത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ ഫാക്ട് അല്ലെങ്കിൽ ഫാക്ട് ബേസ്ഡ് സ്റ്റേറ്റ്മെന്റ്സ്. അതായത് ഫാക്ട് ഭാഗങ്ങളായിരിക്കും കറണ്ട് അഫെയറിന് കൂടുതൽ ഉണ്ടാവുക എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, ഈ കാണുന്ന കാര്യങ്ങളാണ് 1 തൊട്ട് 10 വരെ. ഇതാണ് മെയിൻ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 2 കാര്യങ്ങൾ നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഒന്ന്, സബ്ജക്ട് വൈസ്ഡ് കറണ്ട് അഫെയർ സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ടൊരു കാര്യം. അതിൽ വലിയ ഡീറ്റെയിൽ ഒന്നുമില്ല, എന്തൊക്കെയാണ് സബ്ജക്ട് കറണ്ട് അഫെയർ വരുന്നുള്ളത്. അതിൽ നിന്ന് എണ്ണിപ്പെറുക്കിയിട്ടുള്ള 10 കാര്യം. ഓക്കെ, ഒന്നാമത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 1ഉം 2ഉം എന്താണ്? ചന്ദ്രയാൻ 3, ആദിത്യ L1, ഗഗൻയാൻ, ISRO, എക്സ്പോസാറ്റ്, EOS-08, അതായത് നമ്മുടെ എന്താ സാറ്റലൈറ്റ്സ്, അങ്ങനെയൊക്കെ. കേരള അവാർഡ്, കേരള ജ്യോതി, കേരള ശ്രീ, സാഹിത്യ അവാർഡുകൾ 2023-24, എന്തെങ്കിലും പുസ്തകം ഉണ്ടെങ്കിൽ ആ പുസ്തകങ്ങൾ, ഒളിമ്പിക്സ്, പാരാ ഒളിമ്പിക്സ്, കേരളത്തിലെ മന്ത്രിമാർ, അവരുടെ വകുപ്പ്, അവരുടെ മണ്ഡലം, ഖേൽരത്ന അവാർഡ്സ്, നാഷണൽ ഗെയിംസ്, G20, ISRO, അതിന്റെ ചെയർമാൻ, അങ്ങനെയുള്ള വിവരങ്ങളൊക്കെയാണ് നമ്മൾ അതിന് 10 എണ്ണമായിട്ട് എടുത്തിട്ട് തന്നിട്ടുണ്ടായിരുന്നത്. തിയറി ആയാലും ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്, കറണ്ട് അഫെയർ സംഭവമായിട്ട്. ഇനി എന്തൊക്കെയാണ് വന്നത്? ഞാൻ പറഞ്ഞത്. ഓക്കെ, വന്നത് 2024 സാഹിത്യ പുരസ്കാരത്തിനുള്ള നോബൽ സമ്മാനം. അപ്പൊ എന്തിനുള്ളതാ? സാഹിത്യം, സാഹിത്യ അവാർഡുകൾ 2023-24 എന്നല്ലേ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്? അതെ. അപ്പൊ നമ്മൾ പറഞ്ഞത് വന്നത്. രണ്ടാമത്തെ, എഴുത്തച്ഛൻ പുരസ്കാരം, വയലാർ അവാർഡ്, കേരള ജ്യോതി, ഓലക്കുടൽ അവാർഡ് ഉള്ള എല്ലാ സാഹിത്യ അവാർഡിനെയും കൂട്ടിച്ചേർത്ത് എന്ത് ചെയ്തു? ആർക്കാണ് വന്നിരിക്കുന്നത് എന്ന് അവർ ചോദിച്ചു. ശരിയല്ലേ?
ഓക്കെ അല്ലേ? സിലബസ് എന്നുള്ള കറണ്ട് അഫെയർ ആണോ ഈ രണ്ട് കറണ്ട് അഫെയർ? അതെ. സിലബസിൽ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുക? ആർട്സ്, സ്പോർട്സ് ആൻഡ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതായത് കല, സാഹിത്യം, സാംസ്കാരികം, കായികം എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്. നമുക്ക് സിലബസിൽ സെപ്പറേറ്റ് ആയിട്ട് എഴുതി വെച്ച് തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? സാറ് പ്രിലിംസിന് സിലബസിൽ ഇല്ല എന്ന് ഇപ്പൊ കുറെ പേര് എന്നോട് തിരിച്ചു പറയുന്നുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ട് സിലബസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൊത്തം സിലബസ് ആണ് ഉദ്ദേശിക്കുന്നത്. അത്രയും കാര്യം ഓക്കെ അല്ലേ? കാരണം കറണ്ട് അഫയർ നമുക്ക് കിട്ടുകയല്ല വേണ്ടത്. അത്രയും ഓക്കെ ആണല്ലോ? അതെ. അപ്പൊ രണ്ട് ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ? അതെ. കേരള പ്രഭ പുരസ്കാരത്തിന് അർഹരായവർ ആരാണ്? ഈ മൂന്ന് കാര്യങ്ങളും ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടില്ലേ? അതാ കേരള ജ്യോതി, കേരള ശ്രീ, കേരള പ്രഭ, സാഹിത്യ അവാർഡുകൾ. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതി വെച്ചിട്ടില്ലേ? എന്തെങ്കിലും പുസ്തകങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പുസ്തകം, അത് കേരളത്തിലാവാം, ഇന്ത്യയിലാവാം, അല്ലെങ്കിൽ എന്താ ബുക്കർ പ്രൈസ് ആവാം, എന്ത് വേണമെങ്കിലും. കേരളത്തിലെ സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി ആരാണ്? ഇതല്ലേ മന്ത്രിമാർ എന്ന് പറയുന്നത്? മന്ത്രിമാർ എവിടെ? കേരളത്തിലെ മന്ത്രിമാർ, അവരുടെ വകുപ്പ്, അവരുടെ മണ്ഡലം. അത്രയല്ല എഴുതി വെച്ചിരിക്കുന്നത്. ഈ കേരളത്തിലെ സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി എന്താന്നുള്ളത് ഒരു കറണ്ട് അഫെയർ, അത് സിലബസുമായി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫെയർ ആണ്. എവിടെയാണ് ആ സിലബസിൽ കാണുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയിൽ. സോ ഭരണഘടനയിൽ എന്താ ഉള്ളത്? നമുക്കൊരു കാര്യം പഠിക്കാനല്ലേ? എന്താ? പാർലമെന്റ് ഉണ്ട്. അതിന്റെ ഇതാ അതിന്റെ കറക്റ്റ് സ്ഥലത്ത് എന്തുണ്ട്? നിയമസഭയുണ്ട്. പാർലമെന്റിൽ മന്ത്രിമാരുണ്ട്, പ്രസിഡന്റ് ഉണ്ട്, പ്രധാനമന്ത്രി ഉണ്ട്. നിയമസഭയിൽ എന്തുണ്ട്? ആക്ച്വലി ഗവർണർ ഉണ്ട്, മുഖ്യമന്ത്രി ഉണ്ട്, മന്ത്രിമാരുണ്ട്, ബാക്കിയുള്ളവരുണ്ട്. അങ്ങനെ ഒരു പോർഷനെ കുറിച്ച് നമുക്ക് പഠിക്കാനില്ലേ? എക്സിക്യൂട്ടീവ് എന്താണ്, ലെജിസ്ലേറ്റർ എന്താണ്, അതായത് കാര്യനിർവഹണ വിഭാഗം എന്താണ്, നിയമനിർമ്മാണ വിഭാഗം എന്താണ് എന്നൊക്കെ നമുക്ക് പഠിക്കാനില്ലേ? ഉണ്ട്. ഓക്കെ. ആ പഠിക്കാനുള്ള സിലബസ് എന്നുള്ള ഒരു കറണ്ട് അഫയർ അല്ലേ ഇത്? ഓക്കെ. അത്രയും കാര്യം മനസ്സിലായ? എന്ന് വെച്ചാൽ നമ്മൾ സിലബസ് എന്നുള്ള കറണ്ട് അഫയർ അല്ലേ ഈ വന്നിരിക്കുന്നത്? അതെ. നമ്മൾ പ്രെഡിക്ട് ചെയ്ത കറണ്ട് അഫയർ അല്ലേ? അതെ. അപ്പൊ കറണ്ട് അഫയറിൽ ഒരുപാട് കാര്യം പഠിക്കാനുണ്ട് സാർ എന്ന് പറഞ്ഞ നിങ്ങളോട്, കറണ്ട് അഫയർ എന്ന് പറയുന്നത് ഒരു സമുദ്രമാണ്. ആ സമുദ്രത്തിൽ നീന്തി തുടിക്കുന്ന വ്യക്തിയല്ല, ആ സമുദ്രത്തിന്റെ തീരത്ത് നിന്നിട്ട് മുത്തും ചിപ്പിയും പറിച്ചെടുക്കുന്ന കുട്ടിയാണ് എന്ത് ചെയ്യുക? കറണ്ട് അഫയറിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുക എന്ന് പറഞ്ഞ വ്യക്തി ആരാ? ഞാനല്ലേ? ആണ്. ആ സംഭവം വേർന്നില്ലേ? ഉണ്ട്. ഓക്കെ അല്ലേ? ഇനി രണ്ട് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഓക്കെ. ബ്രിക്സ് ഉച്ചകോടി എന്ന് പറയുന്നത് ഫോറിൻ പോളിസി, ഇന്ത്യൻ ഫോറിൻ പോളിസി എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. സോ അത് അവിടെ കാണാം. അവിടെ എന്താ കാണാനുള്ളത്? ഇന്ത്യൻ ഹിസ്റ്ററിയിലുണ്ട്. ഇന്ത്യൻ ഹിസ്റ്ററി എന്നാ? അതെ. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഫോറിൻ പോളിസി, ഇന്ത്യയുടെ ഫോറിൻ പോളിസി എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. ബ്രിക്സ് എന്ന് പറഞ്ഞാൽ കറന്റ്ലി ഇന്ത്യയുടെ ഫോറിൻ പോളിസിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. കാരണം ബ്രിക്സ് സ്വന്തമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു നാണയം ഇറക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ നാണയം ഉദ്ദേശിച്ച് സ്വന്തമായിട്ടൊരു പൈസ ഇറക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ബ്രിക്സ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ന്യൂസിലുള്ള സംഭവമാണ്. ബ്രിക്സ് മനസ്സിലായോ? ഓക്കെ അല്ലേ? ഈ രണ്ടാമത്തെ ബ്രിക്സ് തന്നെയാണ്. അത് എവിടെ നിന്നുള്ളതാ? വേൾഡ് ഹിസ്റ്ററി ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ഉണ്ട്. വേൾഡ് ഹിസ്റ്ററിയുടെ സിലബസിന് താഴെ എടുത്ത് നോക്കുക. യുഎൻ ഓർഗനൈസേഷൻ, അന്താരാഷ്ട്ര ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പൊ കറണ്ട് അഫയർ എവിടെ നിന്ന് കിട്ടി? സിലബസ് നിന്ന് കിട്ടി. ഓക്കെ. അപ്പൊ ഇപ്പൊ കറണ്ട് അഫയർ ക്വസ്റ്റ്യൻ എത്രയായി? 6. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 7, കൊച്ചി മെട്രോ. ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലേ? ഓക്കെ അല്ലേ? കൊച്ചി മെട്രോ. പക്ഷെ കൊച്ചി മെട്രോ അത് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? കൊച്ചി മെട്രോ ഇത് എവിടെയാ സിലബസിൽ ഉള്ളത്? ജോഗ്രഫിയില്. ഓക്കെ. കേരള ജോഗ്രഫിയില്. കേരള ജോഗ്രഫിയില് റെയിൽ, വാട്ടർ, റോഡ്, പിന്നെന്താ എയർ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞൊരു ഭാഗമില്ലേ? ഉണ്ട്. അത് നമ്മൾ കറണ്ട് അഫയർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. സർ കൊച്ചി മെട്രോ എന്ന് പറഞ്ഞാൽ എന്താ? റെയിൽ ട്രാൻസ്പോർട്ട് അല്ലേ? അതിന്റെ താഴെ ജലപാതയാണ് കൊച്ചി വാട്ടർ മെട്രോ. എന്ന് വെച്ചാൽ വാട്ടർ മെട്രോ എന്താണ്? എന്താ അതിന്റെ പേര്? വാട്ടർ ട്രാൻസ്പോർട്ട് അല്ലേ? രണ്ടും കറണ്ട് അഫയർ അല്ലേ? ഇവിടെ ഏതിനെ കുറിച്ച് മെയിൻ ആയി ചോദിച്ചിരിക്കുന്നത്? കൊച്ചി മെട്രോയെ കുറിച്ച്. അപ്പൊ സിലബസ് എന്നുള്ള കറണ്ട് അഫയർ ആണെന്ന് മനസ്സിലായോ? മനസ്സിലായി. എന്ന് വെച്ചാൽ കറണ്ട് അഫയർ നമ്മൾ തെരഞ്ഞു പിടിച്ച് പഠിക്കുകയാണ്. അല്ലാതെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കറണ്ട് അഫയർ പഠിക്കുന്ന ഒരു പരിപാടി എന്തില്ല? നമുക്കിനി ഇല്ല. അത്രയും കാര്യം മനസ്സിലായല്ലോ? മനസ്സിലായി. ഓക്കെ അല്ലേ? ഇനി ഒരു ക്വസ്റ്റ്യൻ ആണ് 2024 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ നോക്കിയുള്ള ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ സിലബസിൽ എവിടെയാ ഉള്ളത്? ഇലക്ഷൻ, ലെജിസ്ലേറ്റീവ് അസംബ്ലി. രണ്ട് ഭാഗമില്ലേ? ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് ഭാഗമില്ലേ കോൺസ്റ്റിറ്റ്യൂഷനിൽ? അതേപോലെ ലെജിസ്ലേറ്റീവ് അസംബ്ലി, അതായത് നിയമസഭ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമില്ലേ? അതുമായി ബന്ധപ്പെട്ടുള്ള സാധനമല്ലേ ഉള്ളത്. പാർലമെന്റ് ആണെങ്കിൽ എന്തുണ്ട്? പാർലമെന്റിലുണ്ട് ഇപ്പോഴത്തെ എന്താ പറയാ
എന്താണ് വിദേശകാര്യമന്ത്രി ആരാണ്, ഇപ്പോഴത്തെ ധനകാര്യമന്ത്രി ആരാണ് എന്നൊക്കെ ചോദിച്ചാൽ എന്തായി, പാർലമെന്റുമായി ബന്ധപ്പെട്ട കാര്യമായി. ഓക്കെ, ഇപ്പോഴത്തെ സ്പീക്കർ, ലോകസഭാ സ്പീക്കർ ആരാണ്, പാർലമെന്റുമായി ബന്ധപ്പെട്ട കാര്യമായി. ഇവിടെ നിയമസഭയിലെ സ്പീക്കർ ആരാണ്, ഗവർണർ ഏത് സംസ്ഥാനത്തുള്ള ആളാണ് എന്നൊക്കെ ചോദിച്ചാൽ എന്തായി, നിയമസഭയുമായി ബന്ധപ്പെട്ടായി. എന്ന് വെച്ചാൽ കറണ്ട് അഫയർ നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺഫൈൻ ചെയ്യുകയാണ്. കൺഫൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് വരുന്നത്, ഇതെന്നുള്ളതാണ്, ഈ ഭാഗങ്ങൾ മാത്രം എന്ത് ചെയ്യുക, പഠിച്ചിട്ട് പോവുക. എന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നോക്കുന്നത് നമ്മൾ എന്ത് ചെയ്തു, വിട്ടു. നിങ്ങൾ ഒരുപാട് സമയം എന്തായി, ലാഭിച്ചു. ആ സമയം നിങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും, ഇൻവെസ്റ്റ് ചെയ്യും. ഇത്രയല്ലേ പറഞ്ഞുള്ളൂ. ഈ രീതിക്ക് തന്നെ അല്ലേ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. സാർ എല്ലാ ക്വസ്റ്റ്യനും എന്താണ് സിലബസ് ഒന്നല്ല വന്നത്, സമ്മതിച്ചു. ന്യൂസ് റിലേറ്റഡ് ആയിട്ട് 2 ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, നഗര ഗാർഹിക അവശിഷ്ടങ്ങളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം നടപ്പിലാക്കിയ നഗരം. ഓക്കെ, ഒന്നാമത്തെ ന്യൂസ് എന്ന് പറഞ്ഞ കറണ്ട് അഫയർ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ, മേൽക്കൂര മഴവെള്ള ശേഖരണം നിയമം മൂലം നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനം. ഓക്കെ, അപ്പൊ 2 കറണ്ട് അഫയറുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെ കണക്കാക്കുന്നുണ്ട്. ഇത് എവിടെ നിന്നുള്ളതാ, ന്യൂസ് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് മൊത്തം എത്ര കറണ്ട് അഫയർ കിട്ടിയിട്ടുണ്ട്, 10 കറണ്ട് അഫയർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഈ 10 കറണ്ട് അഫയറിൽ നിങ്ങൾ തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് ഈ 8 വേണോ അതോ ഈ 2 വേണോ? ഓക്കെ, ഈ ഞാൻ പറയുന്ന ഈ 2 മൊത്തമായിട്ട് എന്ത് ചെയ്യുക, വിടുക. അല്ലെങ്കിൽ നിങ്ങൾ ഈ സിലബസ് എന്നുള്ള എല്ലാം കിട്ടിയതിന് ശേഷം, എല്ലാം ഓക്കെ ആയതിനു ശേഷം, സിലബസിലെ ബാക്കി മാർക്കെല്ലാം റെഡി ആയതിനു ശേഷം സമയമുണ്ടെങ്കിൽ മാത്രം ന്യൂസിലോട്ട് പോവുക. ഇത്രയേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ അല്ലേ? അതായത് ഒരു ബന്ധവുമില്ലാതെ ന്യൂസിൽ എവിടെ നിന്നാണ് വന്നത്, ഓക്കെ അല്ലെ, ഫിലിപ്പൈൻസിന്റെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആരാണ്, എന്താ പറയാ, ആരാണ് ലോകസുന്ദരി ആയത്, ആരാണ് എവിടെ വന്നത്, ഏത് രാജ്യത്താണ് എന്തൊക്കെ സംഭവിച്ചത്, എവിടെയൊക്കെ എന്തൊക്കെ ഉണ്ട് എന്നുള്ള എല്ലാ കാര്യങ്ങളും, ഓരോ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ആരാണ് എന്നൊക്കെ പറഞ്ഞ് എല്ലാം പഠിക്കുന്നതിന് മുമ്പ് ഈ സിലബസിലുള്ള കാര്യങ്ങൾ പഠിക്കുക. ഓക്കെ, എന്നിട്ട് 10 ക്വസ്റ്റ്യൻ ആണെങ്കിൽ 8 ക്വസ്റ്റ്യൻ കിട്ടുക. ഓക്കെ, 2 ക്വസ്റ്റ്യൻ വിട്ടത് കൊണ്ട് ഒരു കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഒരു പ്രിലിംസിന് നമുക്ക് വേണ്ട, നമ്മൾ ടാർഗറ്റ് മാർക്ക് എത്രയായിരുന്നു, 70 അല്ലേ? ഓക്കെ, ഒരു 65 കിട്ടിയാൽ നമ്മൾ എന്താ, ഇന്നാണ്. അത്രയും കാര്യം മനസ്സിലായില്ലേ? ഓക്കെ, അത് നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. പക്ഷെ നമുക്ക് സിലബസുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കുറെ കാര്യങ്ങൾ പഠിക്കാനില്ലേ? പ്രിലിംസ് ക്ലിയർ ചെയ്തുകൊണ്ട് മാത്രം ജോലി കിട്ടുമോ? ഇല്ലല്ലോ. എന്ത് ചെയ്യണം, മെയിൻസിൽ ടോപ്പ് ആവണ്ടേ, എന്നാലല്ലേ ജോലി കിട്ടുള്ളൂ. അതല്ലേ എക്സാം. ഇതൊരു ക്ലിയറൻസ് എക്സാം അല്ലേ? അപ്പൊ രണ്ടും നോക്കി പഠിക്കണ്ടേ? എല്ലാത്തിനും കറണ്ട് അഫയർ വേണ്ടേ? ഡെയിലി കറണ്ട് അഫയർ മാത്രം പഠിച്ചിട്ട് അതെന്നുള്ള ഒരു 15 മാർക്കോ അല്ലെങ്കിൽ 10 മാർക്കോ അല്ലെങ്കിൽ 5 മാർക്കോ അല്ലെങ്കിൽ 20 മാർക്കോ? അതെ സാർ, അങ്ങനെ പറഞ്ഞത് ഓരോ എക്സാമിനും ഓരോ രീതിയിലല്ലേ? അതെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ മെയിൻസ് നമുക്ക് 20 മാർക്കോ 15 മാർക്കോ പറയുന്നില്ലേ? അതേപോലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ സാധനം കിട്ടാൻ വേണ്ടിയിട്ട് മൊത്തം ബാക്കിയുള്ള എല്ലാം കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമല്ലേ? ഓക്കെ, എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ളതാണ് ഈ 8 മാർക്ക്. എവിടേക്കോ ഓടി നടക്കുന്നതാണ് ഇത് മാർക്ക്. കയ്യിലുള്ളത് വിട്ടിട്ട് പറക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യരുത്, നോക്കരുത്. ഇത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് ഇത് റെക്കോർഡിക്കലായിട്ട് ഓൾറെഡി ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ യൂട്യൂബിലും പറയുന്നു. എന്താണ് ആക്ച്വലി ഈ ന്യൂസ് റിലേറ്റഡ് കറണ്ട് അഫയർ മൊത്തമായിട്ട് വിട്ടാലും കുഴപ്പമൊന്നുമില്ല. സിലബസുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയർ എന്ത് ചെയ്യുക, നോക്കുക. ഇനി ഇത് ആദ്യമായി കാണുന്നവർക്ക് ഒരുപാട് ഡൗട്ട്, സാർ ഇതൊക്കെ എവിടെയാ തന്നിരിക്കുന്നത്? നമ്മുടെ ചാനലിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് സിലബസുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയർ ഇതൊക്കെയാണ്, ഇതാണ് നോക്കേണ്ടത് എന്ന് പറഞ്ഞ് എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട്. അതൊന്ന് ഓരോ എക്സാമിനും എന്ത് ചെയ്യും, സെലക്ട് ചെയ്തിട്ട് കുറെ കാര്യങ്ങൾ തരും. ഓക്കെ അല്ലേ? ആ 2 കാര്യങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്തു, മാർക്ക് കിട്ടി. ഇത്രയും കാര്യം ഓക്കെയാണോ? ഇനി നിങ്ങൾ ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കി ആക്ച്വലി. ഓക്കെ അല്ലേ? ഒന്ന്, നഗര ഗാർഹിക അവശിഷ്ടങ്ങളിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം. നിങ്ങൾ ഈ കറണ്ട് അഫയർ തെരഞ്ഞു പിടിച്ച് പഠിക്കുകയാണോ അതോ എല്ലാ കാര്യങ്ങളും പഠിക്കുകയാണോ? PSC ബുള്ളറ്റിൻ പഠിക്കുന്നുണ്ട്, ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാവും, ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന് എന്ത് ചെയ്യും, ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഒരു ഗൈഡ് ഉണ്ടാവും, ഗൈഡ് പഠിക്കുന്നുണ്ട്. തൊഴിൽ വാർത്ത തൊൽവീതി ഉണ്ട്, അത് പഠിക്കുന്നുണ്ട്. എല്ലാം പഠിച്ചിട്ട് പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നോക്കുന്നുണ്ട്. അതിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോ കണ്ട, ഞാൻ ഉറപ്പ് പറയുന്നു, ഒരു 90% പേർക്ക് ഒന്നുണ്ടാവും ആ സമയത്ത് ഓർമ്മ വരില്ല. അത് നിങ്ങൾ എന്ത് ചെയ്യും, സ്കിപ്പ് ചെയ്യാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. ആ സ്കിപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത്രയും ടൈം വേസ്റ്റ് ചെയ്യണോ എന്നാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. നിങ്ങൾ സ്വന്തമായി ചോദിച്ചേ. ഓക്കെ, എന്നിട്ട് ആൻസർ പറഞ്ഞേ.
ക്ലിയർ അല്ലേ? അപ്പോ നമ്മുടെ KPSM മെത്തേഡിലുള്ള, അതായത് കിരണിന്റെ PSC സ്റ്റഡി മെത്തേഡ്, ആ മെത്തേഡിലുള്ള കറണ്ട് അഫയർ സ്ട്രാറ്റജി വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതുവരെ ഞാൻ നിങ്ങൾ കാണിച്ചു തന്നില്ലേ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത്? LDCക്ക് കാണിച്ചു തന്നില്ലേ? ഡിഗ്രി പ്രിലിംസ്, മുമ്പത്തെ ഡിഗ്രി പ്രിലിംസിന് കാണിച്ചു തന്നില്ലേ? ഡിഗ്രി മെയിൻസിന് കാണിച്ചു തന്നില്ലേ? ഇപ്പോ നമ്മൾ ഈ യൂട്യൂബിൽ ചെയ്യുമ്പോൾ വീണ്ടും നമ്മൾ വന്ന 10th പ്രിലിംസിന് കാണിച്ചു തന്നില്ലേ? ഇനി 10th മെയിൻസ് ആയാലും സെക്രട്ടറി അസിസ്റ്റന്റ് ആയാലും SI ആയാലും CPO ആയാലും എന്ത് എക്സാം ആണെങ്കിലും അതിനുള്ള കാര്യങ്ങൾ കാണിച്ചു തരും. അപ്പൊ എന്താണ് നമ്മുടെ KPSM മെത്തേഡിലുള്ള കറണ്ട് അഫയർ സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാൽ സിലബസ് അടിസ്ഥാനമാക്കി മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, പഠിക്കുന്നത്. ഓക്കെ, വാർത്തകളെ അടിസ്ഥാനമാക്കി എല്ലാ സമാധാന കാര്യങ്ങളും എന്ത് ചെയ്യുന്നു, ഉപേക്ഷിക്കുന്നു. ഓക്കെ, എവറി സൺഡേ മാത്രമേ ഉള്ളൂ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, കറണ്ട് അഫയർ റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തൊക്കെയാണോ ആ ആഴ്ച സിലബസുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ വന്നിട്ടുണ്ടോ അത് മാത്രം നമ്മൾ എന്ത് ചെയ്യും, പഠിക്കും, റിവൈസ് ചെയ്യും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, വിടും വിടും വിടും. അതിലൂടെ ഒരുപാട് സമയം നമുക്ക് എന്ത് ചെയ്യും, സേവ് ചെയ്യും. ഒരുപാട് സമയം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ലാഭിച്ചിട്ടുണ്ട്. ആ കിട്ടിയ സമയങ്ങൾ വിശദമായിട്ട് പഠിക്കേണ്ട ടോപ്പിക്സ് ഉണ്ട്. ഓക്കെ അല്ലെ? ആ ടോപ്പിക്സ് പഠിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, ഉപയോഗിക്കുക. അപ്പൊ സാർ അടുത്ത ഡൗട്ട്, വിശദമായി പഠിക്കാൻ ടോപ്പിക്സ് പറഞ്ഞാൽ എല്ലാം വിശദമായി പഠിക്കണ്ടേ? വേണ്ടല്ലോ. അതിനല്ലേ ഞാൻ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്, ഈ ടോപ്പിക്കിന് നേരെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞ എഴുതി വെച്ചാൽ എന്ത് ചെയ്യണം, ഡീറ്റെയിൽഡ് ആയി പഠിക്കാനുണ്ട്. ആ ടോപ്പിക്കിന് നേരെ അസേർഷൻ റീസൺ വരും എന്ന് വെച്ചാൽ എന്ത് ചെയ്യുന്നുണ്ട്, മനസ്സിലാക്കി പഠിക്കാനുണ്ട്. അതിന് നേരെ ഫാക്ട് എന്നാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, നോർമൽ ആയിട്ട് പഠിച്ചിട്ട് പോയാൽ മതി. ഇത്രയും പറഞ്ഞു തരുന്നില്ലേ? ഓക്കെ, ഇത്രയും ഡണ്ണല്ലേ കറണ്ട് അഫയർ പോർഷൻസ്? ഓക്കെ അല്ലേ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ISROയുടെ ഭാഗത്ത് നിന്ന്. ISR നമ്മൾ എഴുതി വെച്ചാലേ. ഓക്കെ, ISRO സിലബസിൽ എവിടെ എഴുതിയിരിക്കുന്നത്, ഫിസിക്സിലല്ല എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ISROയുടെ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നമ്മൾ അവിടെ ISRO കണ്ടതല്ലേ, എഴുതിയതല്ലേ, ഫൈൻ അല്ലേ? ഓക്കെ, ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കാത്ത മലയാള സാഹിത്യകാരന്മാർ, സാഹിത്യ പുരസ്കാരങ്ങൾ എന്ന് പറഞ്ഞ് ഡീറ്റെയിലി നമ്മൾ കണ്ടതല്ലേ? വേണം ഒന്നുകൂടി നോക്കിക്കോ. ഓക്കെ, സാഹിത്യ അവാർഡുകൾ എന്ന് പറഞ്ഞ ഡീറ്റെയിൽ നമ്മൾ കണ്ടതല്ലേ? ഓക്കെ, അതിന്റെ ഭാഗമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇത് കറണ്ട് അഫയർ അല്ല. പക്ഷെ ഇതെന്താണ്, ആക്ച്വലി ഇതൊരു എന്താണ്, ഫാക്ട് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അതുകൊണ്ട് ഞാൻ അത് കറണ്ട് അഫയർ കൂട്ടിയിട്ടില്ല. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഡണ്ണല്ലേ? ഞാനിവിടെ കുട്ടിയ സാഹിത്യ അവാർഡുകൾ ഇത്രയും ഓക്കെ ആണല്ലോ? ഓക്കെ, അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ജോഗ്രഫിയാണ്. ജോഗ്രഫി നമ്മൾ എഴുതിയിരിക്കുന്നത് ഫാക്ട് അല്ലെങ്കിൽ ഫാക്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻ. എന്ന് വെച്ചാൽ കുറെ പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, സാർ ഉപദ്വീപീയ പീഠഭൂമി, ഉത്തരമഹാസമതലം, ഹിമാലയം എന്നൊക്കെ സാർ എഴുതി വെച്ചിട്ടുണ്ട്, അത് ഞങ്ങൾ ഡീറ്റെയിൽലി പഠിക്കണമെന്ന് എന്നോട് കുറെ പേര് ചോദിച്ചായിരുന്നു. അവരോട് ഞാൻ പറഞ്ഞ കാര്യം ഞാൻ ഇപ്പൊ വീണ്ടും പറയുകയാണ്. ഞാൻ ഫാക്ട് എന്നോ ഫാക്ട് ബേസ്ഡ് സ്റ്റേറ്റ്മെന്റോ എഴുതി വെച്ചാൽ അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് ആയ കാര്യങ്ങൾ പഠിച്ചാൽ മതി. ഇതേ കാര്യം മെയിൻസിന് വരുമ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടാവും, സ്റ്റേറ്റ്മെന്റ്, അസേർഷൻസ് എന്ന് പറഞ്ഞാൽ എഴുതുന്നുണ്ടാവും. അത് എപ്പോ പഠിക്കണം, ഡീറ്റെയിൽലി മെയിൻസിലാണ് പഠിക്കേണ്ടത്. ഇത്രയും കാര്യം ഓക്കെ ആണോ? ഓക്കെ, ഫൈൻ. അപ്പൊ ഇതും നമുക്ക് 1859 ജെയിംസ് ടാറ കയർ ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം ഏതാണ് എന്നൊരു ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. അപ്പൊ കുറെ പേർക്ക് ഡൗട്ട്, സാർ അതൊന്നും എന്ത് ചെയ്തിട്ടില്ല, കുറെ ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല. ഞാൻ സമ്മതിച്ചു. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞ എത്ര, 60 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറയുന്നത്. ഞാനൊരു ഞാനൊരു സ്ട്രാറ്റജി ഉണ്ടാക്കിയിരിക്കുന്നത് പ്രിലിം സ്റ്റേജ് 1, പ്രിലിംസ്, അതിനുശേഷം സ്റ്റേജ് 2 വേറെ സ്ട്രാറ്റജി, അങ്ങനെയാണോ? അല്ല. സ്ട്രാറ്റജി തരുന്നത് എക്സാമിന് ടൈമിലാണോ അതോ നേരത്തെ തരുന്നുണ്ടോ? ഒരുപാട് നേരത്തെ തരുന്നുണ്ട്. പഠിക്കാനുള്ള സമയമുണ്ടോ? പഠിക്കാനുള്ള സമയമുണ്ട്. മെയിൻസിന് പഠിക്കാനുള്ള സമയം തരുന്നുണ്ടോ? എല്ലാം തരുന്നുണ്ട്. എന്നിട്ട് എനിക്ക് ഞാൻ ഈ സ്ട്രാറ്റജി എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? ഇല്ല. PSC വളരെ അൺപ്രഡിക്റ്റബിൾ ആണ് എന്നല്ലേ ഇപ്പൊ എല്ലാവരും പറയുന്നത്. അത്രയും അൺപ്രഡിക്റ്റബിൾ ആയ ഒരു എക്സാമിന് കൃത്യമായിട്ട് പ്രഡിക്റ്റ് ചെയ്ത് ഇങ്ങനെയാണ് വരുന്നത് എന്ന് പറയണമെങ്കിൽ എനിക്ക് കുറെ ടോപ്പിക്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിസ്സാവില്ലേ? ഓക്കെ അല്ലേ? എന്ന് വെച്ചാൽ ഇതേ കാര്യങ്ങൾ സ്റ്റെക്ക് സ്റ്റൈൽ എടുത്ത് നോക്കുക. അതിൽ ഹിമാലയം ഉണ്ടാവും, എന്തുണ്ടാവും, അതിർത്തി, അങ്ങനെയുള്ള കോഴ്സസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ അല്ലേ? മനസ്സിലായ? അപ്പൊ എല്ലാ കാര്യത്തിനും വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്, ടോപ്പിക് എഴുതുന്നത്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഇനി ഞാൻ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നിങ്ങൾ ഇതേ കാര്യം ഞാൻ SC നല്ല പഠിക്കാൻ പറഞ്ഞത്, അതെ. അപ്പൊ ഈ SCRT ഈ ആധുനിക എന്താ പറയാ വ്യവസായങ്ങളിൽ ഏകദേശം എത്ര വ്യവസായം പഠിക്കാനുണ്ട്? 6 7 വ്യവസായങ്ങളല്ലേ പഠിക്കാനുണ്ട്? അത്രയല്ലേ പറഞ്ഞിട്ടുള്ളൂ. ആ 6 7 വ്യവസായം പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഒരു മാർക്ക് കിട്ടിയില്ലേ? ഈ 6 7 വ്യവസായം പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എത്ര സമയം എടുക്കും? നിങ്ങൾ തന്നെ എന്നോട് പറഞ്ഞേ. ഓക്കെ, എത്ര സമയം എടുക്കും? 1 മിനിറ്റ്, 2 മിനിറ്റ്, പോട്ടെ 5 മിനിറ്റ്. ഈ 6 വ്യവസായം പഠിച്ച് മനസ്സിലാക്കാൻ വേണ്ടി 1 മിനിറ്റ് പഠിച്ചാൽ പോരെ?
2 മിനിറ്റ് പഠിച്ചാൽ പോരെ? ആ 2 മിനിറ്റ് പഠിച്ചു കഴിഞ്ഞാൽ 1 മാർക്ക് കിട്ടിയില്ലേ? അതാണോ ഇമ്പോർട്ടന്റ്? അതോ ലോകത്തിലുള്ള എല്ലാ സാമൂഹ്യ പരിഷ്കർത്താക്കളെയും പഠിച്ചിട്ട് 1 മാർക്ക് കിട്ടുന്നതാണോ ഇമ്പോർട്ടന്റ്? നിങ്ങൾ തന്നെ പറ. അതുകൊണ്ട് സാമൂഹ്യ പരിഷ്കർത്താക്കൾ നമ്മൾ എന്ത് ചെയ്തു? കുറച്ചു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു? സമയം കൊടുത്തു. ഇങ്ങനെയല്ലേ മാർക്ക് കിട്ടുക? ഓക്കെ. ഇന്ത്യൻ ഹിസ്റ്ററി എന്നുള്ള ഭാഗങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവിടെ എഴുതിയിട്ടുണ്ട്. അതിന്റെ നേരെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ബേസിക് ഫാക്ട് എന്ന് പറഞ്ഞ് നമ്മൾ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ യാതൊരുവിധ മാറ്റവും ഇല്ല. ഓക്കെ ആണല്ലോ? ആ പഠിക്കാനുള്ള കാര്യത്തിൽ നിന്ന് ഓക്കെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. 1885, 1907, 1934, 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനം. ലാഹോർ സമ്മേളനം എന്തായാലും നമ്മൾ പറഞ്ഞാണ്. അതിന്റെ കൂടെ ബേസിക് ആയിട്ടുള്ള 3-4 കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. കോൺഗ്രസ് സ്ഥാപിച്ചുവെന്നും സൂററ്റ് സമ്മേളനവും ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നതും എല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാം ബേസിക് ആയ കാര്യങ്ങളല്ലേ? ബേസിക് ആയ ഫാക്ട് അല്ലേ മക്കളെ പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത്? അത് അങ്ങനെയല്ലേ വന്നിരിക്കുന്നത്? ഓക്കെ ആണല്ലോ? ആ കാര്യം ഓക്കെ ആയോ? അതെ. ഗാന്ധിജിയും അദ്ദേഹത്തിന്റെ എന്താണ് സമരങ്ങളും ഇവിടെ നിന്ന് എന്താ പറഞ്ഞ ആക്ച്വലി? ഓക്കെ, എവിടെ ഗാന്ധിജിയും അദ്ദേഹത്തിന്റെ സമരങ്ങളും എവിടെന്ന് SCERT 10th ക്ലാസ്സിൽ എന്താണോ കൊടുത്തിരിക്കുന്നത് അത് പഠിക്കുക. ഫാക്ട് ബേസ്ഡ് സ്റ്റേറ്റ്മെന്റ്സ് വരും. ഇത്രയല്ലേ പറഞ്ഞിട്ടുള്ളൂ? ഇത്രയല്ലേ പഠിക്കാൻ പറഞ്ഞുള്ളൂ? ഓക്കെ. അതിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇത്രയും കാര്യം ഓക്കെ ആണോ? അതെ. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട കമ്മീഷനുകൾ ഒരു 3-4 കമ്മീഷൻ വന്നിട്ടുണ്ട്. ഓക്കെ. ഇവിടെ ഞാൻ വിദ്യാഭ്യാസ കമ്മീഷൻ പഠിക്കാൻ വേണ്ടി എഴുതിയിട്ടുണ്ടോ? ഉണ്ട്. 8 നോക്കിയേ. വിദ്യാഭ്യാസ കമ്മീഷനുകൾ എന്ന് പറഞ്ഞ് ഞാൻ എഴുതി വെച്ച് തന്നിട്ടുണ്ട്. ഇല്ലേ? ആ ക്വസ്റ്റ്യൻ ഇവിടെ വന്നില്ലേ? വന്നു. ഓക്കെ. ഇതാണ് വിദ്യാഭ്യാസ കമ്മീഷനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഓക്കെ. ഈ ഭാഗത്തു നിന്നാണ് പഠിക്കാനുള്ളത്. SCERT സോഷ്യൽ സയൻസ് നമുക്ക് പഠിക്കാനുള്ള ഭാഗം. അതിന്റെ മൊത്തം ഭാഗം നോക്കിയേ, ഇത്രയേ ഉള്ളൂ. ഓക്കെ. എന്ന് വെച്ചാൽ എന്താണ്? ഹാഫ് പേജിൽ കുറവാണ്. ഈ ഹാഫ് പേജിൽ കുറവ് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എത്രയാണ് സമയം എടുക്കുക? നിങ്ങൾ തന്നെ പറഞ്ഞു. ആക്ച്വലി ഒരു അരമണിക്കൂർ, ഒരു മണിക്കൂർ പോട്ടെ, 1 മണിക്കൂറൊക്കെ വേണം. ഒരു അരമണിക്കൂർ. ഈ അരമണിക്കൂർ പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ താഴെ മൗലാന അബ്ദുൽ കലാം ആസാദ് എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടില്ല, അതിന് തൊട്ട് താഴെ എഴുതി വെച്ചിട്ടുണ്ട്. ആ 10 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ ഇത് മൊത്തമായിട്ടൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ 2 മാർക്ക് വന്നില്ലേ? നവംബർ 11. ഓക്കെ. നവംബർ 11 അതുമായിട്ട് വന്നല്ലോ. ഓക്കെ. അത്രയും കാര്യം ഓക്കെ അല്ലേ? ഡൺ അല്ലേ? ഓക്കെ. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ? ഡൺ അല്ലേ? അപ്പൊ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട കമ്മീഷനുകൾ, ആ കമ്മീഷൻ എന്നുള്ള കാര്യങ്ങൾ ഓക്കെ ആയല്ലോ. ഒരു ഹാഫ് പേജ് പഠിച്ചാൽ ഞങ്ങൾക്ക് എന്ത് കിട്ടും? മാർക്ക് കിട്ടും. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഇത്രയും കാര്യം ഡൺ അല്ലേ? ഓക്കെ. ഇത്രയും കാര്യം ഡൺ അല്ലേ? ഇവിടെ ചെറിയ വ്യത്യാസമുണ്ട്, നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ എന്താ പറഞ്ഞത്? 31 സെക്കൻഡ് നമ്പർ വീട്. കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒന്നാമത്തെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്താ? സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. അപ്പൊ ഇവിടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് 25 മുതൽ 28 വരെയുള്ള വകുപ്പുകളിൽ ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിൽ പെടാത്തതേത് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻ അല്ലേ? അതായത് അത്യാവശ്യം വായിച്ച് മനസ്സിലാക്കി നോക്കി ആലോചിച്ച് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലേ അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ? ഓക്കെയാണ്. ഓക്കെ. അപ്പൊ ഇവിടെ നോക്കിയേ, ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് പറഞ്ഞ് അവിടെ നേരത്തെ എഴുതന്നിട്ടില്ലേ? ഉണ്ട്. ഓക്കെ. എന്ന് വെച്ചാൽ അത് ഡീറ്റെയിൽ ആയി പഠിക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. എല്ലാം ഡീറ്റെയിൽ ആയി പഠിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നാഷണൽ സിംബൽ ആയാലും നാഷണൽ ഫ്ലാഗ് ആയാലും നാഷണൽ സോങ് ആയാലും നാഷണൽ ആന്തം ആയാലും എല്ലാം എന്താ? ഫാക്ട് എന്നല്ല എഴുതിയിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ട് നോക്കി ആക്ച്വലി ഫാക്ട് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവിടെ എഴുതിയിരിക്കുന്നത്. കൃത്യമായിട്ട് ആലോചിക്കാനുള്ള എന്തെങ്കിലും സംഭവം ഉണ്ടോ? ഇല്ലല്ലോ. ഇല്ല. ഓക്കെ. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ എന്താ പറഞ്ഞത്? ഏത് ഭേദഗതി ഏത് കമ്മിറ്റിയാണ് വന്നത്, എന്തൊക്കെയാണ് അടിസ്ഥാന കടമകൾ. ഓക്കെ. ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? ഒന്ന് പഠിച്ചിട്ട് പോവുക. ഇത്രയല്ലേ പറഞ്ഞിരിക്കുന്നുള്ളൂ. ഓക്കെ. ഏത് കമ്മിറ്റിയാണ് വന്നത്, ഏത് ഭേദഗതിയിലൂടെയാണ് വന്നത്, ആദ്യം എന്തുണ്ടായിരുന്നില്ല?
ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടായിരുന്നില്ല. ഭേദഗതി 1976 ആണെങ്കിൽ 1950 അത് ഉണ്ടാവില്ലല്ലോ. നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ആദ്യം പറഞ്ഞ വാക്കെന്താ? ഇത് അതില്ല എന്നുള്ളതല്ലേ. അത്രയും കാര്യം ഓക്കെ അല്ലേ? വന്നത് അതേപോലെ വന്നിട്ടില്ലേ? ഓക്കെ അല്ലേ? ഇനി ഇവിടെ എന്താ? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച്. ഓക്കെ, ആ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയി പഠിക്കാൻ പറഞ്ഞില്ലേ? എന്തുകൊണ്ടാ പഠിക്കാൻ പറഞ്ഞ ഡീറ്റെയിൽ ആയിട്ട്? രണ്ട് കാര്യം. ഒന്ന്, സ്റ്റേറ്റ്മെന്റ് ഉറപ്പാണെന്നുള്ളത് നമുക്ക് ഉറപ്പായിരുന്നു. അത് മനുഷ്യാവകാശ കമ്മീഷൻ ആയാലും ഇൻഫർമേഷൻ കമ്മീഷൻ ആയാലും. രണ്ടാമത്തെ, ഇതേ കാര്യം നമുക്ക് എവിടെ യൂസ് ഉണ്ട്? മെയിൻസിന് യൂസ് ഉണ്ട്. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യങ്ങൾ രണ്ടും പഠിച്ച് നിങ്ങൾക്ക് മെയിൻസ് എന്ത് ചെയ്താൽ മതി? റിവൈസ് ചെയ്താൽ മതി. ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡീറ്റെയിൽ ആയി പഠിച്ച് നിങ്ങൾക്ക് മെയിൻസ് എന്ത് ചെയ്താൽ മതി? റിവൈസ് ചെയ്താൽ മതി. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പഠിച്ച് നിങ്ങൾക്ക് മെയിൻസ് എന്ത് ചെയ്താൽ മതി? റിവൈസ് ചെയ്താൽ മതി. നാഷണൽ സിംബലും നാഷണൽ ഫ്ലാഗും നാഷണൽ സോങ്ങും നാഷണൽ ആന്തവും നമുക്ക് മെയിൻസ് എന്തെങ്കിലും യൂസ് ഉണ്ടാ? ഒരു യൂസും ഇല്ല. ഓക്കെ അല്ലെ? അതുകൊണ്ടല്ലേ നമ്മൾ മൂന്നായി തിരിച്ചത്. പ്രിലിംസ്, പ്രിലിംസ് പ്ലസ് മെയിൻസ്, മെയിൻസ്. അങ്ങനെ നമ്മൾ തിരിക്കാനുള്ള കാരണം മനസ്സിലായോ? ഇത്രയും ഓക്കെ ആണോ? ഇത്രയും ഓക്കെ ആണ്. ഡൺ അല്ലേ? ഓക്കെ. വിവരാവകാശ കമ്മീഷൻ. വിവരാവകാശ കമ്മീഷനെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റ്. ഇവിടെ വിവരാവകാശ കമ്മീഷനെ കുറിച്ച് സ്റ്റേറ്റ്മെന്റ് അല്ലേ നമ്മൾ എഴുതിയിരിക്കുന്നത്. എല്ലാ കാര്യവും ഓക്കെ അല്ലേ? എല്ലാ കാര്യവും ഡൺ അല്ലേ? ഇത്രയും ഓക്കെ ആണല്ലോ? കേരള ജോഗ്രഫിയില്, കേരള ജോഗ്രഫിയില് എന്തൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ട്? മലനാട്, ഇടനാട്, തീരപ്രദേശം, കേരളത്തിലെ റിവർ. അത് എന്ത് പഠിക്കാനാണ് പറഞ്ഞത്? ഫാക്ട് പഠിക്കാനാണ് പറഞ്ഞത്. ഓക്കെ അല്ലേ? കായലുകൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വൈദ്യുത പദ്ധതി, ദേശീയോദ്യാനം, വന്യജീവി സങ്കേതം കേരളം, ദേശീയോദ്യാനം, വന്യജീവി സങ്കേതം വാർത്തകളിൽ ഉള്ളത്. അതായത് ഹോൾ ഇന്ത്യ ബേസിൽ. ഇങ്ങനെയല്ലേ പഠിക്കാൻ പറഞ്ഞത്? കിംബുൾ ലഞ്ചാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. എന്തുകൊണ്ടാണ് കിംബുൾ ലഞ്ചാവോ ഇത് ചോദിച്ചത്? ഇതാണ് വേൾഡിലെ എന്ത്? ഓൺലി ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്ക്. അതുകൊണ്ട് മാത്രമാണോ ചോദിച്ചത്? അല്ല. ഇവിടെ സാങ്കായ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രത്യേകതരം മാൻ എന്ത് ചെയ്യുന്നുണ്ട്? സംരക്ഷിക്കുന്നുണ്ട്. ഇത് ഈ ദേശീയോദ്യാനത്തിൽ മാത്രം എൻഡമിക് ആയി കാണുന്നതാണ്. ദേശീയോദ്യാനത്തിൽ മാത്രം എൻഡമിക് ആയി കാണുന്ന പറഞ്ഞാൽ അവിടെ മാത്രം ഉള്ളതാണ്. അപ്പൊ ഇതിനെ സംരക്ഷിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് അല്ലേ? അതുകൊണ്ടാണ് ചോദിച്ചത്? അല്ല. 2024 ഇതിനെ വൈൽഡ് ലൈഫ് കൺസർവേഷന് വേണ്ടിയിട്ട് അവിടെ എന്തുണ്ടായിരുന്നു? ഒരു പ്രത്യേക ഓപ്പറേഷൻ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാ? സേവ് സാങ്കായ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ. അപ്പോ ഇനി അടുത്ത ഡൗട്ട്, സാർ ഇതൊക്കെ ഞങ്ങൾ മനസ്സിലാക്കി എങ്ങനെ നമ്മൾ പഠിക്കുക? അതിനല്ലേ മക്കളെ നിങ്ങളെ കൊണ്ട് ഞാൻ എന്ത് നോക്കാൻ പറഞ്ഞത്? +2 SCERT പരിസ്ഥിതി പഠനങ്ങൾ, എൻവയോൺമെന്റൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞൊരു ഭാഗമില്ലേ? അവിടെ നമുക്ക് ഈ പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സംഘടന എന്താ ഉണ്ടാക്കിയത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, നാഷണൽ പാർക്കിന് എങ്ങനെ വർക്ക് ചെയ്യുക എന്നുള്ള എല്ലാ കാര്യങ്ങളും അവിടെ കൊടുത്തിട്ടില്ലേ? അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ന്യൂസിലുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നോക്കുക. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഇത്രയും കാര്യം ഡൺ അല്ലേ? ഫൈനാ? മനസ്സിലാവണ്ട? ഓക്കെ അല്ലേ? എന്ന് വെച്ചാൽ നിങ്ങൾ സിലബസിനെ എത്രത്തോളം മനസ്സിലാക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും നിങ്ങളുടെ എന്തുണ്ടാവുക? നിങ്ങളുടെ എക്സാം ക്ലിയറൻസ് ഉണ്ടാവുക. ഓക്കെ. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം അത്ര, കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ, പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ, റിവേഴ്സ് ഓഫ് കേരള, ഫാക്ട്സ് അല്ലേ പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഇത്രയൊക്കെ ആണല്ലോ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ജലവൈദ്യുത പദ്ധതി ഇവിടെ പഠിക്കാൻ പറഞ്ഞിട്ടില്ലേ? ഓക്കെ അല്ലേ? SCERT ബുക്കിൽ ആകെ ഒരു 10-12 ജലവൈദ്യുത പദ്ധതിയല്ലേ ഉള്ളൂ. 12 കൂടി ഇല്ല. ഓക്കെ അല്ലേ? മെയിൻ ആയിട്ട് 7-8 ജലവൈദ്യുത പദ്ധതിയല്ലേ ഉള്ളൂ. അതല്ലേ പഠിക്കാൻ പറഞ്ഞത്? അത് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എത്ര മാർക്കാ? പഠിച്ചു കഴിഞ്ഞാൽ എത്ര മാർക്ക് കിട്ടാൻ പോണത്? 1 മാർക്ക്. അത് പഠിക്കാൻ വേണ്ടി എത്ര സമയം എടുക്കും? 10 മിനിറ്റ്, 15 മിനിറ്റ്, അത്രയല്ലേ എടുക്കുള്ളൂ. അത് പഠിച്ച 1 മാർക്ക് കിട്ടിയില്ലേ? ഓക്കെ. റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം. വന്യജീവി സങ്കേതം പഠിക്കാൻ വേണ്ടി ഇവിടെ എഴുതിയിട്ടില്ലേ? ദേശീയോദ്യാനം, വന്യജീവി സങ്കേതം. കേരളത്തിലെ പ്രധാനപ്പെട്ട വന്യജീവി സങ്കേതങ്ങൾ 7-8 കാര്യങ്ങളല്ലേ ഉള്ളൂ. അതെ, ആ പ്രധാനപ്പെട്ട വന്യജീവി സങ്കേതങ്ങൾ ആണ്. അതൊന്നും പഠിച്ചിട്ട് പോയി ജലവൈദ്യുത പദ്ധതി അല്ല, സോറി. ആ 7-8 വന്യജീവി സങ്കേതങ്ങളല്ലേ ഉള്ളൂ. അതൊന്നും പ്രധാനമായിട്ട് പഠിച്ചു പോയി മാർക്ക് കിട്ടിയില്ലേ? കിട്ടി. ഇത്രയും ഓക്കെ ആണോ? ഓക്കെയാണ്. കേരള ഹിസ്റ്ററിന്ന് പഴശ്ശിരാജ കുറിച്യർ കലാപം. ഓക്കെ, സോറി. പഴശ്ശിരാജ കുറിച്യർ കലാപം അവിടെ എഴുതിയിട്ടില്ലേ? ഉണ്ട്. ഓക്കെ. ദാ കിടക്കുന്നു കുറിച്യർ കലാപം. ഒരു ക്വസ്റ്റ്യൻ അല്ല, അവരെന്താ ചെയ്തത്? ആക്ച്വലി 2 ക്വസ്റ്റ്യൻ ആണ് കുറിച്യർ കലാപവുമായി ബന്ധപ്പെട്ടിട്ട് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇതാണ് കുറിച്യർ കലാപത്തിന്റെ സോഴ്സ് SCERT ഉള്ളത്. ഇത് എത്രയാണ് ഇതിന്റെ കണ്ടന്റ് ഉള്ളത്? ഹാഫ് പേജ്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ 15 മിനിറ്റേ പഠിക്കാനുള്ളൂ. ഞാൻ അരമണിക്കൂർ തരാം പഠിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ എത്ര മാർക്ക് കിട്ടി? 2 മാർക്ക് കിട്ടി. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇതൊക്കെ എക്സാമിന്റെ ഒരാഴ്ചക്ക് മുമ്പ് പഠിക്കാനാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത്? അല്ലല്ലോ.
ഓക്കെ. മാസങ്ങളോളം മുമ്പ് ഞാൻ ഇതിന് വേണ്ടിയിട്ടുള്ള ടൈം ടേബിൾ നിങ്ങൾക്ക് ഞാൻ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു ഇല്ലേ? ഓക്കെ. ഗ്രൂപ്പിൽ ടൈം ടേബിൾ ഇട്ട് തന്നിട്ടില്ലേ? ചെക്ക് ചെയ്യുക. എന്നിട്ട് അതിനുശേഷം അല്ലെ ക്വസ്റ്റ്യൻ നമ്പർ കോഡ് ചെയ്യാന്ന് പറഞ്ഞിട്ട് എക്സാമിന് വളരെ മുമ്പ് തന്നെ നമ്മളത് ഡിസ്കസ് ചെയ്യണ്ടായിരുന്നത്. എന്നിട്ടല്ലേ ഇങ്ങനെ വരും, ഇതൊക്കെ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത്രയും ഓക്കെ അല്ലേ? ഡൺ അല്ലേ? നിങ്ങൾ തന്നെ എന്നോടൊന്ന് സത്യമായിട്ട് മറുപടി പറഞ്ഞേ. നിങ്ങളിൽ എത്ര പേര് ഈ പ്രിലിംസിന് വിദ്യാഭ്യാസ കമ്മീഷനുകൾ വരും, അല്ലെങ്കിൽ കുറിച്യർ കലാപം ഇത്രയും ക്വസ്റ്റ്യൻ വരുമെന്ന് ഉറപ്പായിട്ടും വിചാരിച്ച എത്ര പേരുണ്ട്? വളരെ കുറച്ച് പേരുള്ളൂ. സ്വന്തമായിട്ട് ആലോചിച്ച് നോക്കുക. ഓക്കെ. അത് നമ്മൾ കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്ത് പറഞ്ഞു തരുന്നില്ലേ? പഠിച്ചാൽ മാത്രം പോരെ? ഓക്കെ അല്ലേ? Okay? ശ്രീനാരായണ ഗുരുവിൻ്റെതല്ലാത്ത കൃതി ഏതാണ്? അരുവിപ്പുറം പ്രതിഷ്ഠ ഏതാണ്? വേറെ നവോത്ഥാന നായകന്മാരുണ്ട്, ഉണ്ട്. കാരണം ക്വസ്റ്റ്യൻ കാണുന്ന എല്ലാവർക്കും എന്താ അറിയാം? നവോത്ഥാന നായകന്മാരെ അറിയാം. ഞാൻ കൃത്യമായി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്ത്? അവരെ പഠിക്കേ വേണ്ട എന്നുള്ളത്. ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, സമ്മതിച്ചു. ഇവിടെ 90 മാർക്ക് വാങ്ങലല്ലോ നമ്മുടെ ലക്ഷ്യം. ഇവിടെ എന്താ? പ്രിലിംസ് ക്ലിയർ ചെയ്യല്ലേ? അതിന് ക്ലിയർ ചെയ്യണമെങ്കിൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടണ്ടേ? അതിന് പഠിക്കാൻ സമയം വേണ്ടേ? മാത്സ് റീസണിങ് പഠിക്കാൻ സമയം വേണ്ടേ? മനസ്സിലാവുന്നുണ്ടോ സ്ട്രാറ്റജി? ഇത്രയും കാര്യം ഓക്കെ ആണോ? ഓക്കെ അല്ലേ? അതെ. കിട്ടുന്നുണ്ടാ? കിട്ടുന്നുണ്ട്. അപ്പൊ ഉള്ള തന്നിടത്തുള്ള നവോത്ഥാന നായകന്മാരെ പഠിച്ചിട്ട് അദ്ദേഹത്തിന്റെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക? നടത്തുക. ഓക്കെ അല്ലേ? പയ്യന്നൂരിൽ കോൺഗ്രസ് സമ്മേളന അധ്യക്ഷൻ ആരായിരുന്നു? ഉപ്പു സത്യാഗ്രഹം അതുമായി ബന്ധപ്പെട്ടത്. രാഷ്ട്രീയ പക്ഷവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? വൈക്കം സത്യാഗ്രഹം. നമ്മൾ വൈക്കം ഏതാണ്? ഗുരുവായൂർ സത്യാഗ്രഹം. ബേസിക് ആയിട്ടുള്ള ഫാക്ട് അല്ലെങ്കിൽ ഫാക്ട് ബേസ്ഡ് സ്റ്റേറ്റ്മെന്റ്സ് അത്രേ എഴുതിയിട്ടുള്ളൂ. ഓക്കെ. ഗൗരി പാർവതി ബായ്. ഇവിടെ തിരുവിതാംകൂർ എഴുതുമ്പോൾ തന്നെ നമ്മൾ എന്ത് എഴുതിയിട്ടുണ്ട്? ഒരുപാട് പേരെ. ഓക്കെ. ഇവിടെ തിരുവിതാംകൂർ, തിരുവിതാംകൂർ നമ്മൾ എഴുതിയിട്ടുണ്ട്, ഇവിടെ വിട്ടുപോയതാണ്. തിരുവിതാംകൂർ എഴുതുമ്പോൾ തന്നെ നമുക്ക് എന്തുണ്ട്? നമ്മൾ 3 പേരെ പ്രധാനമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഒരാളുടെ പേരാണ് മാർത്താണ്ഡവർമ്മ. രണ്ടാമതാണ് റീജൻ ഭരണാധികാരികൾ എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. അതായത് ഗൗരി പാർവതി ബായ്, ഗൗരി ലക്ഷ്മി ബായ്, അങ്ങനെയുള്ളവര് കൃത്യമായിട്ട് അവരെ കുറിച്ച് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ നിന്നാണ് എന്തിരിക്കുന്നത്? ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അത്രയും കാര്യം ഓക്കെ ആണല്ലോ? മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഉൾപ്പെടാത്ത വിഷയം എന്താണ്? ഓക്കെ. ഇത് നമ്മൾ എങ്ങോട്ട് കയറിയിട്ടുണ്ട്? ബയോളജിയിലേക്ക്. ഓക്കെ. ബയോളജിയിൽ നമ്മൾ എന്തൊക്കെയായാലും പഠിച്ചിട്ട് പോകാൻ പറ്റുള്ള 3 കാര്യങ്ങളുണ്ട്. ഒന്ന് വൈറ്റമിനും രോഗങ്ങളും, വൈറസ് ബാക്ടീരിയ ജോലി സംബന്ധമായ രോഗങ്ങൾ, കേരളത്തിലെ ആരോഗ്യ പരിപാടികൾ, എൻവയോൺമെന്റ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എവിടെ യൂസ്ഫുൾ ആണ്? എല്ലാ എക്സാമിനും യൂസ്ഫുൾ ആണ്. അതുകൊണ്ട് നമ്മൾ അത്രയും കാര്യം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ക്ലിയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് എക്സാമിന് എഴുതാം. അത് ഡിഗ്രി ആയിക്കോട്ടെ, അല്ലെങ്കിൽ KS വരണമെങ്കിൽ KS ആയിക്കോട്ടെ, അല്ല പ്രൊമോഷൻ എക്സാം ആയിക്കോട്ടെ, എന്ത് എക്സാമിന് വേണമെങ്കിൽ എഴുതാൻ പറ്റും. ഒരു ബയോളജി ഉണ്ടെങ്കിൽ ഈ 4 കാര്യങ്ങൾ നമ്മൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. 3 ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും കയ്യിലുണ്ടാവും. അപ്പൊ അത്രയും കാര്യങ്ങൾ നമ്മൾ അതിലൂടെ കഴിഞ്ഞ ഓക്കെ അല്ലേ? അതിലൂടെ ഡൺ ആയ അത്രയും കാര്യം ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഡൺ. അപ്പോ ഇന്ത്യയിലെ കാർഷിക കാലം, കാർഷിക വിളകൾ, കാർഷിക വിളകളും ബയോളജിയും തമ്മിൽ എന്താ ബന്ധം? ഈ പ്രിലിംസിന്റെ സിലബസിൽ അവർ കാർഷിക വിളകൾ കൊടുത്തിരിക്കുന്നത് ബയോളജിയിലാണ്. എനിക്ക് അവിടെ അല്ലേ എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? മെക്സിക്കോയിലെ വെട്ടിച്ചൂട്ട് കൃഷി അറിയപ്പെടുന്ന സാറ് മെക്സിക്കോയിലേക്ക് പോയി. എന്റെ മക്കളെ SCERT കൊടുത്തിട്ടുണ്ട് കാർഷിക വിളകളിൽ. അത്രേ ഉള്ളൂ. എങ്ങനെയാണ് ആ വിള അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നത്? അത് ആ ക്വസ്റ്റിനേ ഉള്ളൂ. ജീവമണ്ഡലത്തിലെ ജൈവ സമ്മർദ്ദം സൂചിപ്പിക്കുന്ന ജൈവ വൈവിധ്യം +2 ബുക്കിലുള്ള എല്ലാ കാര്യം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട് ഇല്ലേ? നേത്ര വൈകല്യം, കണ്ണ് പഠിച്ചിട്ട് പോകാൻ പറഞ്ഞല്ലേ? ഓക്കെ അല്ലേ? സോറി, ഇതെന്താ? ഇത് വൈറ്റമിൻസിന്റെ ഭാഗമാണ്. അപ്പോ കണ്ണിന്റെ പ്രശ്നം വൈറ്റമിൻ ഡിയുടെ കുറവാണ് നിശാന്തിക്ക് കാരണമാണത്. അതല്ല വൈറ്റമിൻ A നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അങ്ങനെയുള്ള കാര്യം നമ്മൾ എന്ത് പഠിച്ചിട്ട് പോയിട്ടുണ്ട്. അതിനുള്ള ക്വസ്റ്റ്യൻ വന്നു. ഓക്കെ അല്ലേ? പിന്നെ എന്തൊക്കെയായി ബന്ധപ്പെട്ടിട്ടാണ് എന്ത് വരുന്നത്? രോഗങ്ങളും അതിന്റെ പ്രശ്നവും വരുന്നത്. ഓക്കെ അല്ലേ? ഇവിടെ എന്താ? വാസോപ്രസിൻ, തൈറോക്സിൻ, അഡ്രിനാലിൻ, സൊമാറ്റോട്രോപിൻ. ഇവിടെ എന്താ? ഹോർമോൺ ആണ് ചോദിച്ചിരിക്കുന്നത്. മനുഷ്യ ശരീരത്തിൽ എന്താ എഴുതി വെച്ചിട്ടുണ്ട്? ഹോർമോൺ എഴുതി വെച്ചിട്ടില്ല പഠിക്കാൻ വേണ്ടിയിട്ട്. ആ ഹോർമോൺ സെപ്പറേറ്റ് ആയി എഴുതി വെച്ചിട്ടില്ലേ? അതൊന്ന് പഠിച്ചിട്ട് പോവാ. ക്വസ്റ്റ്യൻ കിട്ടും. കണ്ണ് നമ്മൾ എഴുതി വെച്ചല്ലേ? അതെ. ഓക്കെ. ഇനി ലാസ്റ്റ് എന്താ? ഫിസിക്സ് കെമിസ്ട്രി എന്ന് പറഞ്ഞ ഭാഗങ്ങൾ. ഇതൊക്കെയാണ് നമ്മൾ ഫിസിക്സ് കെമിസ്ട്രി എന്ന് പറഞ്ഞ ഭാഗങ്ങളായിട്ട് എഴുതി വെച്ച് വന്നിരിക്കുന്നത്. ഓക്കെ അല്ലേ? അതെന്ന് പറഞ്ഞ ക്വസ്റ്റ്യങ്ങൾ. ചെമ്പിൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന സംസ്ഥാനം. സോ അപ്പോൾ വീണ്ടും ഡൗട്ട് വരും. ഇത് ജോഗ്രഫിയിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ എക്കണോമിക്സിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്ത്? എത്രത്തോളം എന്തുണ്ട്? ധാതുക്കളുണ്ട്. പ്രധാനമായിട്ടും ജോഗ്രഫിയിൽ നിന്ന്. പക്ഷെ ഇവിടെ നമ്മുടെ പ്രിലിം സിലബസിൽ ഫിസിക്സ് കെമിസ്ട്രിയിലാണ് അയിരുകളും ധാതുക്കളും എഴുതിയത് എന്നതുകൊണ്ട് ഞാൻ എവിടെ എഴുതിയിട്ടുണ്ട്? അവിടെ എഴുതിയിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. കൽക്കരിയുടെ വകഭേദം, ന്യൂക്ലിയർ റിയാക്ടറിലെ ഇന്ധനം, പിന്നെ സോംസുമായി ബന്ധപ്പെട്ട പ്രസ്താവന, പ്ലഗ് പുഡിംഗ് പ്രസ്താവന, റേഡിയോ ആക്റ്റീവുകളെ കണ്ടെത്താറാണ്, ലീച്ചിങ് സാന്ദ്രത രീതി എന്തിനാ ഉപയോഗിക്കുന്നത്, മാസ് നമ്പറും അറ്റോമിക് നമ്പറും. ഇതെല്ലാം ഇവിടെ എഴുതി വെച്ചല്ലേ? ഓക്കെ അല്ലേ? ഇതാ അവിടെ ഐസോടോപ്പ്, ഐസോബാർ എന്നൊക്കെ നമ്മൾ കൃത്യമായി എഴുതി വെച്ച് തന്നിട്ടുണ്ടല്ലോ.
ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? 80 കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഇനി ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ. ഇപ്പൊ ഞാൻ ഈ സാധനം ചെയ്യുന്നതിന് മുമ്പ് ഒരുപാട് പേരിപ്പോ എന്താ പറയാ, പ്രിലിംസിന്റെ സ്റ്റേജ് 1-ന്റെയും സ്റ്റേജ് 2-ന്റെയും അനാലിസിസ് എല്ലാം ചെയ്തതല്ലേ? ഓക്കെ, ഇങ്ങനെ ഒരു അനാലിസിസ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ട? ഇതാണ് ഞാൻ തന്നത്, ഇതൊക്കെയാണ് വന്നത്, ഇതാണ് പഠിക്കാൻ പറഞ്ഞത്. ഏതെങ്കിലും ഒരാള് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഭവം നിങ്ങൾ ഒരുപാട് സ്ഥലത്ത് പഠിക്കുന്നതല്ലേ, നിങ്ങൾ ഒരുപാട് സ്ഥലത്ത് നോക്കുന്നതല്ലേ, അവരാരെങ്കിലും ഇങ്ങനൊരു സ്ട്രാറ്റജി പറഞ്ഞിട്ടുണ്ടോ? ഇനി പറ, ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? പുതിയ രീതിയിലുള്ള PSC എക്സാം എളുപ്പമല്ലേ? ടഫ് ആണോ? അല്ലല്ലോ. എന്തൊക്കെ വരുന്നുണ്ട് നമ്മൾ കൃത്യമായിട്ട് അവർ നമ്മളോട് പറയുന്നുണ്ട്. സോഴ്സസ് അവർ നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് കൃത്യമായി പഠിച്ചിട്ട് പോയാൽ പോലെ. പഴയ രീതിയിൽ പോയിട്ട് എല്ലാ കാര്യങ്ങളും പഠിക്കേണ്ട കാര്യമുണ്ടോ? ഇനി എല്ലാ ടോപ്പിക്കും ഡീറ്റെയിൽ ആയി പഠിക്കേണ്ട കാര്യമുണ്ടോ? അതുമില്ല. എന്തുകൊണ്ടാ? അതായത് ഓൾറെഡി ഏതൊക്കെ ടോപ്പിക്കിന്റെ സോഴ്സ് എങ്ങനെ നമുക്ക് അറിയുകയും ചെയ്യാം. അപ്പൊ സോഴ്സ് കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യുക? സ്റ്റേറ്റ്മെന്റ് അസോസിയേഷൻ പഠിക്കുക. സോഴ്സ് കുറവാണെങ്കിൽ എന്ത് ചെയ്യുക? നോർമൽ ആയിട്ടുള്ള പഠിക്കുക. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അത് ഞാൻ നിങ്ങളത് പറഞ്ഞു തരുന്നില്ലേ എങ്ങനെയാന്നുള്ളത്? ഞാൻ എഴുതി തരുന്നില്ലേ? ഇതിനേക്കാളും കൂടുതൽ നമ്മൾ എന്താ ചെയ്യുക? ഇനി ക്വസ്റ്റ്യൻ പേപ്പർ നേരിട്ട് കയ്യിൽ തരിക. ഇത്രയല്ലേ ചെയ്യാൻ ബാക്കിയുള്ളൂ. ബാക്കി എല്ലാം ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ PSC പരീക്ഷ വളരെ സിമ്പിൾ ആക്കി, സ്മാർട്ട് ആക്കി. കറക്റ്റ് ആണോ? ഓക്കെ അല്ലേ? കറക്റ്റ് ആണെങ്കിൽ കറക്റ്റ് ആണെന്ന് പറയും. അല്ലെങ്കിൽ അല്ല സാർ, സാറ് പറഞ്ഞ പോലെ അല്ല, അങ്ങനെയാണെങ്കിൽ എന്താ, എന്തുകൊണ്ടാന്ന് പറയും. ഓക്കെ അല്ലേ? ഞാൻ കറക്റ്റ് ആക്കിയില്ലേ? എളുപ്പമാക്കിയില്ലേ? ഓക്കെ. 59 ക്വസ്റ്റ്യൻസ് ആണ്. കുറച്ച് ക്വസ്റ്റ്യൻ ആഡ് ചെയ്യാണ്ട് 59 ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യുന്നത് വന്നിരിക്കുന്നത്. ഓക്കെ, അത് ഞാൻ 60 എടുത്തിട്ടുണ്ട്. ഇതിൽ റീസണിങ്ങും മാത്സ് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഉൾപ്പെടുത്തിയിട്ടില്ല. അവിടെ നിങ്ങൾ ഒരു 15 മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്ക് എത്രയായി? 75. നിങ്ങൾ സ്വന്തമായിട്ട് ഒരു 5 മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ എത്രയോ ക്വസ്റ്റ്യങ്ങൾ പഠിക്കുന്നതല്ലേ? എത്ര മാർക്കായി? 80. നമ്മുടെ മിഷൻ എത്രയായിരുന്നു? 70. കട്ട് ഓഫ് മാർക്ക് എത്രയാ? 55, 65. ഇനി അടുത്ത ഡൗട്ട്, സാർ എങ്ങനെ കട്ട് ഓഫ് മാർക്ക് എത്രയും വരിക? എന്റെ മക്കളെ, സ്റ്റേജ് 1, സ്റ്റേജ് 2 കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആണ് സ്റ്റേജ് 1-നെ കാണും. പിന്നെ സ്റ്റേജ് 3 ഉണ്ട്, എങ്ങനെയാ വരിക നമുക്ക് അറിയില്ല. അതൊക്കെ നോക്കണ്ടേ? ഓക്കെ അല്ലേ? അതൊക്കെ ചെയ്യണ്ടേ? എന്നിട്ടല്ലേ നമുക്ക് ഇതിനൊക്കെ ഒരു നോർമലൈസേഷൻ ഒക്കെ വരുമല്ലോ. അപ്പൊ അതെല്ലാം വരുന്നതിന് മുമ്പുള്ള ഒരു മാർക്ക് അല്ലേ പറയുന്നത്. മനസ്സിലായ? ഓക്കെ, അപ്പൊ മെയിൻസ് പരീക്ഷയ്ക്ക് ഇപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താ? 40 മാർക്ക്, അതായത് 39 മാർക്ക് ഇപ്പോൾ കറന്റ്ലി നിങ്ങളുടെ കയ്യിലുണ്ട്. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്തു? ഒരു സബ്ജക്റ്റിനെ തെരഞ്ഞെടുത്തു, ഒരു ടോപ്പിക് തെരഞ്ഞെടുത്തു. അത് നമ്മൾ എന്ത് ചെയ്തു? ആക്ച്വലി ഫാക്ട് ആയിട്ടും പ്രസ്താവന അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ടും എന്ത് ചെയ്തു? വിഭജിച്ചു. തന്നില്ലേ? തന്നു. ഒരു 10 കറണ്ട് അഫയർ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടെങ്കിൽ 8ഉം എവിടെന്നാ വന്നത്? സിലബസ് നല്ലേ? അതെ. കറണ്ട് അഫയർ പഠനം ഞാൻ എളുപ്പമാക്കിയ ഓക്കെ ആണല്ലോ. അപ്പൊ ഞാൻ തന്നത് പ്രകാരം അല്ലേ വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ കറണ്ട് അഫയർ സാർ എനിക്ക് ആകെ ഡൗട്ടാണ്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരുന്ന അറിയില്ല, ഞാൻ ഒരുപാട് നോക്കുന്നുണ്ട്. അത്രയും സമയം ലാഭിച്ച, എളുപ്പമാക്കിയ, ഈസി ആക്കിയ, ഓക്കെ, ഡണ്ണാക്കിയ. അപ്പൊ എന്റെ ചോദ്യം, അപ്പൊ ഞാൻ മെത്തേഡ് പറഞ്ഞില്ലേ, KPSM മെത്തേഡ്, അത് വർക്ക് ആവുന്നുണ്ടോ? ഓക്കെ, ഇത്രയും കാലം ഞാൻ നിങ്ങൾ കാണിച്ചു തന്നു. ഇപ്പൊ ഞാൻ ഇവിടെ വീഡിയോ കാണിച്ചു തരുന്നു. വർക്ക് ആവുന്നുണ്ടോ? ഇല്ലേ? നിങ്ങൾ പറ. വർക്ക് ആവുന്നുണ്ടല്ലോ. ഫൈൻ. മെയിൻസിനും വർക്ക് ആവോ? വർക്ക് ആവും. സെക്കൻഡ് ടെസ്റ്റിന് വർക്ക് ആവോ? വർക്ക് ആവും. അപ്പൊ എന്താണ് ഞാനിതിൽ പറഞ്ഞിരുന്നത്? ഓരോ എക്സാമിന് എങ്ങനെയാണ് വേണ്ടത് എന്നനുസരിച്ച് എന്ത് ചെയ്യുക? കോൺസെൻട്രേറ്റ് ചെയ്യുക, അതുകൂടെ ചെയ്യുക. എന്ന് വെച്ചാൽ നിങ്ങളോട് എന്താ പറഞ്ഞത്? ഞാൻ മുഴുവൻ സിലബസും പഠിക്കാൻ പറഞ്ഞോ? ഇല്ല. വിടാൻ പറഞ്ഞ അത് പൂർണ്ണമായിട്ട് വിടാൻ പറഞ്ഞു. ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് ഇന്ന ഭാഗങ്ങൾ വിട്ടോളൂ എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടാ? ഇല്ല. SCRT മുഴുവൻ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞോ പഠിക്കാൻ? ഇല്ല. ഗൈഡ് മുഴുവൻ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞോ പഠിക്കാൻ? ഇല്ല. കറണ്ട് അഫയർ എല്ലാ ദിവസവും പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞോ പഠിക്കാൻ? ഇല്ല. നമുക്കൊരു ടൈം ടേബിൾ ഒന്ന് തന്നിട്ടില്ലേ? ഉണ്ട്. സിമ്പിൾ അല്ലേ ടൈം ടേബിൾ? 1, 2, 3. ഒന്നാം ദിവസം പ്രിലിംസ്, രണ്ടാം ദിവസം മെയിൻസ്, മൂന്നാം ദിവസം പ്രിലിംസ് ആൻഡ് മെയിൻസ്. എല്ലാ സൺഡേയും എന്ത് എന്താണ്? കറണ്ട് അഫയർ. കഴിഞ്ഞില്ലേ? എന്ന് വെച്ചാൽ വിഷയം മുഴുവൻ പഠിക്കാൻ പറ്റണ്ട? ഇല്ല. കാരണം വിഷയം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇല്ലേ? ടോപ്പിക്കിന് എന്ത് ഡിവൈഡ് ചെയ്തു? ഫാക്ട്, ടൈം ലൈൻ, മാച്ച് ദ ഫോളോയിങ്. അതിനെന്ത് വിളിച്ചു? ഓൾഡ് PSC ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഇനി രണ്ടാമത്തെ എന്ത് ചെയ്തു? സ്റ്റേറ്റ്മെന്റ്, അസസ്മെന്റ്, അനാലിസിസ് ക്വസ്റ്റ്യൻ എന്ന് നമ്മൾ ഡിവൈഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ആക്ച്വലി ന്യൂ PSC മെത്തേഡ് ക്വസ്റ്റ്യൻസ് വിളിച്ചു. വിളിച്ചില്ലേ? ഇല്ലേ? എന്നിട്ട് ഡിവൈഡ് ചെയ്തില്ലേ? അപ്പൊ നിങ്ങൾക്ക് മെയിൻസിനുള്ള പേടി പോയില്ലേ? ഓൾറെഡി 40 മാർക്ക് കയ്യിലുണ്ടെങ്കിൽ മെയിൻസിന് ബാക്കി ചെയ്താൽ പോരെ? അപ്പൊ മെയിൻസിന് 2 രീതിയല്ലേ ഉള്ളൂ. എന്തൊക്കെയാ? 1 റിവിഷൻ 40 മാർക്ക്, 2 സ്റ്റഡി 50 മാർക്ക്. നമ്മുടെ ടാർഗറ്റ് എത്രയാ? 90 മാർക്ക്. ആദ്യത്തെ അഡ്വൈസ് ആർക്ക് വരണം?
നമുക്ക് വരണം. എന്ന് വെച്ചാൽ ഒരാൾക്കും ജോലി കിട്ടിയില്ലെങ്കിൽ എന്ന് വിചാരിക്കുക, എന്താ ലിസ്റ്റിലുള്ള ജോലി കിട്ടുന്നുണ്ടെങ്കിൽ ഉറപ്പുണ്ടാ? ഇല്ലല്ലോ. അപ്പൊ ഒരാൾക്കെങ്കിലും ജോലി കിട്ടുവാണെങ്കിൽ അത് ആരായിരിക്കണം? നമ്മളായിരിക്കും. അത്രയല്ലേ പറഞ്ഞുള്ളൂ, അത്രയല്ലേ ഡണ്ണുള്ളൂ. കിട്ടിയില്ലേ? സമയം ലാഭിച്ചില്ലേ? മെത്തേഡ് ഓക്കെ അല്ലേ? പുതിയ മെത്തേഡ് ചെയ്തില്ലേ? ഇനി അടുത്ത പാർട്സ്, ഇതിന്റെ അടുത്ത പാർട്സ് നമ്മൾ ചെയ്യാൻ പോകുന്നത് 10th പ്രിലിംസ് നമ്മൾ എന്ത് ചെയ്യും, സ്റ്റേജ് 2 ഇതേപോലെ അനാലിസിസ് ചെയ്യും. മെയിൻസിന്റെ സ്ട്രാറ്റജി എന്ത് ചെയ്യും, നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇനി അടുത്ത് വരുന്ന വീഡിയോസിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ഈ വീഡിയോ സ്ട്രാറ്റജി ഒക്കെ ഇഷ്ടപ്പെട്ടോ? ഓക്കെ, പുതിയ രീതിയിലുള്ള PSC പഠനം നിങ്ങൾക്ക് എന്ത് തോന്നുന്നുണ്ട്? ഓക്കെ, എന്നെ അറിയിക്കുക, കമന്റ് ചെയ്യുക, ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നേരിട്ട് അറിയിക്കുക, എന്താന്ന് വെച്ചാൽ ചെയ്യുക. ഓക്കെ അല്ലേ? എന്തെങ്കിലും എവിടെയെങ്കിലും ആർക്കെങ്കിലും ഒക്കെ ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ എനിക്ക് വളരെയധികം എന്താവും, സന്തോഷമായിട്ടുണ്ടാവും. ഓക്കെ അല്ലേ? അതാണ് മെയിൻ, നമ്മുടെ പഠിപ്പിക്കുന്നതിന്റെ മെയിൻ ഉദ്ദേശം. ബാക്കിയെല്ലാം സെക്കൻഡറി ആണ്. ഓക്കെ, സോ വൺസ് അഗെയിൻ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഈ സ്ട്രാറ്റജീസ് എല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം പറഞ്ഞു കൊടുക്കുക. ഓക്കെ അല്ലേ? അവർക്കും എന്ത് ചെയ്യട്ടെ, നല്ല രീതിയിൽ ജോബ് കിട്ടട്ടെ. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ കൂടുതൽ കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടോ ടെലഗ്രാം ചാനലുണ്ട്, @കിരൺ സ്റ്റഡി സർക്കിൾ 123. അതേപോലെ ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, @കിരൺ സ്റ്റഡി സർക്കിൾ. അതിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ വൺസ് അഗെയിൻ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇതേപോലെ വീഡിയോ എന്ത് ചെയ്യാം, കാണാം. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കണ്ടിന്യൂസ് നമ്മൾ എന്ത് ചെയ്യും, വീഡിയോസ് ചെയ്യും. ഓക്കെ, ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും, എല്ലാം ഉണ്ടാവും. ഓക്കെ, ഒരുപാട് പേര് എന്നോട് പറഞ്ഞായിരുന്നു, സാർ ഞങ്ങൾ ഒരുപാട് ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ വേണമെന്നുണ്ട്, സാറിനെ വിശ്വസിക്കുന്നുണ്ടൊക്കെ പറഞ്ഞായിരുന്നു. ഞങ്ങളുടെ ഒരു ട്രസ്റ്റിങ് ഞാൻ എന്ത് ചെയ്യില്ല, അതിനെ ബ്രേക്ക് ചെയ്യുന്ന രീതിയിൽ ഒന്നും ചെയ്യില്ല. യു ട്രസ്റ്റഡ് മീ, ദാറ്റ് മീൻസ് ഞാൻ ഉറപ്പായിട്ടും എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ടാവും. ഓക്കെ അല്ലേ? ശരി. സോ നന്നായി പഠിക്കുക PSCക്ക്. ഓൾ ദ ബെസ്റ്റ്. ബൈ. ടേക്ക് കെയർ.